ഞാൻ അങ്കമാലി മാമ്പ്രയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 19/12/2018. ഞാനിപ്പോൾ എൻ്റെ മകൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്ത് പഠിക്കണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പുറത്തു പോയി പഠിക്കാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങളെ പുറത്തു പോയി പഠിക്കാനായിട്ടുള്ള അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. അവിടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, സ്റ്റേ ബാക്കും കഴിഞ്ഞു. വർക്ക് വിസ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാസങ്ങളായിട്ടും അവർ തന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് സങ്കീർത്തനം 25:2 ദൈവമേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിതനായിരിക്കുകയില്ല, ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ എന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിന് ഇഷ്ടമാണെങ്കിൽ അവളെ അവിടെ നിർത്തുക, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ 5-8 മാസം കഴിഞ്ഞ് അവൾക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. മകൾ UK പോകാനായിട്ട് ഞങ്ങൾ ഏത് കോഴ്സ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് മാതാവിനോട്, പുറത്തേക്ക് പോയി പഠിക്കണോ അതോ ഇവിടെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടണോ എന്ന് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് UK പോയി പഠിക്കാനായിട്ടുള്ള അനുഗ്രഹം തന്നു. എല്ലാ അനുഗ്രഹങ്ങളും തന്ന് മാതാവ് പഠിച്ചു. അവിടെ 2 വർഷത്തെ കോഴ്സ് പഠിച്ചു, സ്റ്റേ ബാക്ക് തന്നു. പിന്നെ വിസയ്ക്ക് വയ്ക്കാൻ നേരത്താണ് ഭയങ്കര പ്രോബ്ലം. അവിടുത്തെ നിയമങ്ങളൊക്കെ മാറി വിസ എന്ത് ചെയ്താൽ അവർ തരാം എന്ന് പറയുന്നതല്ലാണ്ട് അവർ വിസ തരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. വിസ 5-8 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിസ കൊടുത്ത് അനുഗ്രഹിച്ചത്. അത് മാതാവ് തന്നതാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ കൃപാസന എന്ന ഗ്രൂപ്പിൽ അവിടെ ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. മാസത്തിലൊരിക്കൽ ഗണ്ട ജപമാല ചൊല്ലാറുണ്ട്. ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ മകളുടെ ദശാംശം അവൾ മാസത്തിൽ അവൾ അയച്ചു തരാറുണ്ട്. അല്ലാണ്ട് ഞങ്ങളും ദശാംശം ഇവിടെ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ വരുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ ആവുന്ന വിധത്തിലെല്ലാം സഹായിക്കാറുണ്ട്. ഇവിടെയും കൃപാസനത്തിലും ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ കടകളിലും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലെല്ലാം പോയി കടകളിലും കൊടുക്കാറുണ്ട്. 2 വർഷം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാറുണ്ട്. 1 കിലോമീറ്റർ പോലും ഞാൻ നടക്കാതിരുന്ന ഞാൻ 2 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കെടുക്കാറ്. മാതാവിനും തിരുക്കുമാരനും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.